പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മോരുകറിയാണ്. സാധാരണ സദ്യക്കൊക്കെ മോരുകറി വെക്കുമ്പോൾ ഉള്ളി ചേർക്കാറില്ല. എന്നാൽ ഇന്ന് ഉള്ളി ചേർത്തിട്ടുള്ള മോരുകറിയാണ് വെക്കുന്നത്. ഇന്നത്തെ മോരുകറിയിലെ കഷ്ണം ഉള്ളിയാണ്. ഈ ക്രിസ്മസ് സ്പെഷ്യൽ മോരുകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്തിരിക്കുന്നത്. അത് നേർമേ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 6-7 പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് 6-7 പച്ചമുളകും കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് 6-7 പച്ചമുളക് തന്നെ ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊന്നും മാറണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതിയാവും. ഉള്ളി നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. 2 മിനിറ്റ് നേരത്തോളം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 വെളുത്തുള്ളിയും 1/4 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതുകൂടെ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് 2 സെക്കൻഡ് ഒന്നങ്ങ് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ കറിയിലേക്ക് ചേർക്കണം. തൈര് ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെയായി ഒഴിച്ചിട്ട് പുളി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തൈര് ഒഴിക്കാൻ പാടുള്ളൂ. തൈര് കുറേശ്ശെയായിട്ട് ഒഴിച്ച് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വല്ലാതെ പുളിച്ചു പോയ തൈരോ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരോ കറിയിലേക്ക് ചേർക്കരുത്. മീഡിയം പുളിയുള്ള തൈര് ചേർക്കുക, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തൈര് കൂടി ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് കറി ഒന്ന് ചൂടാക്കിയെടുക്കാം. കറി തിളപ്പിക്കരുത്, ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ചൂടാക്കിയെടുത്താൽ മതി. കറി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവ കഴുകി വൃത്തിയാക്കി ഒന്ന് നന്നായി വറുത്തെടുത്ത് എണ്ണയൊന്നും ചേർക്കാതെ വറുത്തെടുക്കുക. എന്നിട്ട് പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ഈ മോരുകറിയും സാമ്പാറും മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ കുറേ കാലം തന്നെ ഇത് കേടാവാതിരിക്കും. കറി റെഡി ആയിട്ടുണ്ട്. അത് വേറെ അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 4-5 ഉണക്കമുളക് കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
ഇനി ഈ വറുത്തെടുത്ത കടുകും കറിവേപ്പില എല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ കറി ഒന്ന് അടച്ചു വെക്കാം. 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഒന്ന് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. കറി ഒന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്. മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഈ ക്രിസ്മസിന് ഈ മോരുകറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ടൊന്ന് അഭിപ്രായം പറയണേ.